നമസ്കാരം. വ്യൂ ദ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GK ടോക്കിന്റെ മറ്റൊരു അധ്യായമാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. 29.65% വനഭൂമിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ആകെ വനവിസ്തൃതി 11,521.813 സ്ക്വയർ കിലോമീറ്ററാണ്. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളും 5 നാഷണൽ പാർക്കുകളുമാണ് നിലവിലുള്ളത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യ സ്വതന്ത്രയാവുന്നതിന് മുമ്പ് തന്നെ 1934 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിക്കപ്പെട്ടു. 1934 ഇത് സ്ഥാപിതമാവുന്ന കാലത്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു ഈ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 1950 പെരിയാർ വന്യജീവി സങ്കേതം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തൃതി 925 സ്ക്വയർ കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1978 പെരിയാർ വന്യജീവി സങ്കേതത്തെ ഇന്ത്യയിലെ 10ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. 1992 പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രോജക്ട് എലഫന്റ് നടപ്പാക്കി. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രവും മംഗളാദേവി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടും പെരിയാർ വന്യജീവി സങ്കേതത്തിനകത്താണ്. ഇടുക്കി ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 90 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും അധികം ചന്ദന മരങ്ങളുള്ള മറയൂർ ചന്ദനക്കാടുകൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. 1984 ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ചിന്നാറിലെ മഴയുടെ വാർഷിക ലഭ്യത 100 മില്ലിമീറ്റർ മാത്രമാണ്. ചിന്നാർ, പാമ്പാർ എന്നീ നദികൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. നീലക്കുറിഞ്ഞികളുടെ സംരക്ഷണത്തിനായി പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുള്ള വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. 2006 കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക സസ്യത്തെ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം എന്ന പ്രത്യേകതയും കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തിനുണ്ട്. ഇടുക്കി വന്യജീവി സങ്കേതം 1976 രൂപീകൃതമായ വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി അണക്കെട്ടും ഇടുക്കി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലൂടെ നേരിട്ട് ഗതാഗത മാർഗമില്ലാത്ത ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെയാണ് ഗതാഗത സൗകര്യമുള്ളത്. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 2010 ഇന്ത്യയിലെ 38ാമത്തെയും കേരളത്തിലെ 2ാമത്തെയും ടൈഗർ റിസർവായി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചു. ഏഷ്യയിലെ ഏറ്റവും പ്രായമേറിയ തേക്കുമരം നിലവിലുള്ളത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഏകദേശം 360 വർഷം പഴക്കമുള്ള തേക്കുമരം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ കാണുന്നുണ്ട്. 1973 തന്നെ നിലവിൽ വന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ വലിപ്പത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. 344.44 സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വയനാട് വന്യജീവി സങ്കേതം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. തമിഴ്നാട്ടിലെ മുതുമല നാഷണൽ പാർക്ക്, കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ നാഷണൽ പാർക്കുകളുമായി വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നുണ്ട്. 1992 വയനാട് വന്യജീവി സങ്കേതത്തിൽ പ്രോജക്ട് എലഫന്റ് നടപ്പാക്കി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കും മുതല പരിപാലന ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. നെയ്യാർ ഡാം നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ അഗസ്ത്യാർകൂടം കൊടുമുടി നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1984 കൊല്ലം ജില്ലയിൽ രൂപീകൃതമായ മറ്റൊരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് എന്ന പ്രത്യേകതയും ഈ വന്യജീവി സങ്കേതത്തിനുണ്ട്. ചെന്തുരുണി എന്ന മരത്തിന്റെ പേരിലാണ് ഈ വന്യജീവി സങ്കേതം അറിയപ്പെട്ടത്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ്. 1958 തൃശൂർ ജില്ലയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. 1983
എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ട തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. ഇന്ത്യയിലെ ബേർഡ്മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ 300-ലധികം പക്ഷിവർഗ്ഗങ്ങളെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മയിലുകളുടെ സംരക്ഷണത്തിനായി രൂപീകൃതമായ വന്യജീവി സങ്കേതമാണ് ശൂലന്നൂർ വന്യജീവി സങ്കേതം. മറ്റൊരു പുതിയ വിഷയവുമായി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.